നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നും 10 വർഷത്തെ ഭരണം മാറണമെന്ന ജനങ്ങളുടെ ചിന്തയാണ് LDFന്റെ തോൽവിക്ക് കാരണമെന്നും സമസ്ത AP വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം. ഒരു തിരുത്തിനായി CPIM പ്രവർത്തകർ വോട്ടു ചെയ്തെന്നും CPIM ഇല്ലാതാകണമെന്ന് ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും സഖാഫി കൂട്ടിച്ചേർത്തു. 10 വർഷമായ ഭരണം ഒന്ന് മാറിയാൽ തിരക്കടില്ല എന്ന് പൊതു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പാർട്ടികളുടെ കോട്ടയായ പല സ്ഥലങ്ങളിലും വലിയ വോട്ട് ചോർച്ചയുണ്ടായല്ലോ. അപ്പം അത് ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ചു എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ടും അങ്ങനെ ഉണ്ടായിന്ന് പറഞ്ഞുകൂടാ. സ്വന്തം പാർട്ടികളിൽ നിന്ന് തന്നെ അണികൾ ഒരു തിരുത്തിന് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് റിസൾട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി പറ്റേ ഇവിടുന്ന് ഇല്ലാതായി പോകണമെന്നൊന്നും ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഫാസിസത്തെ തോൽപ്പിക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് CPIM എന്ന് അഭിപ്രായപ്പെട്ട സഖാഫി പാർട്ടിയിലെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായ പ്രതിഷേധവും തോൽവിക്ക് കാരണമായത് ചൂണ്ടിക്കാട്ടി. മതേതരത്വ ജനാധിപത്യ പാർട്ടി എന്ന നിലക്ക് ഫാസിസത്തെ തടയാനൊക്കെ കെൽപ്പുള്ളൊരു പാർട്ടി എന്ന നിലക്ക് അത് നിലനിൽക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇടക്കാലത്തുണ്ടായ അവരുടെ ചില സമീപനങ്ങൾ അത് ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, പാർട്ടിയിൽ തന്നെ ചില ഏകാധിപത്യ പ്രവണത ഉണ്ടോ എന്നുള്ള സംശയം അണികൾക്കും നേതൃത്വത്തിനും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധം കൂടിയാണ് ഈ വലിയ പരാജയം എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ, ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശാന്തകുമാർ, അപ്പോൾ അതായത് ഇപ്പം സമസ്തയുടെ അഭിപ്രായം കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിലുണ്ടായത് ഒരു ന്യൂനപക്ഷ ഏകീകരണമല്ല, മറിച്ച് ഭരണവിരുദ്ധ വികാരം, അതല്ലെങ്കിൽ ഭരണം മാറണമെന്ന ജനങ്ങളുടെ ചിന്ത, അതുമല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 10 വർഷത്തെ തുടർഭരണം ജനങ്ങളിൽ ഒരു മടുപ്പുണ്ടാക്കി. തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ്. നമുക്കറിയാം AP സമസ്ത എക്കാലവും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടില്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അവരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. അതായത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDFന് വലിയ നഷ്ടമുണ്ടായത്, അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ളത്. അതിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊരു കാരണമായി കാണേണ്ടതില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് 10 വർഷമായി തുടരുന്ന ഭരണത്തിൽ നിന്ന് മാറണമെന്ന് ഇടത് അനുകൂലികൾക്ക് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ അവർക്ക് AP സമസ്ത പതിവായി പറയാറുള്ള എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ റഹ്മത്തുള്ള സഖാഫിയും പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ അതിലൂടെ മാത്രമല്ല ഭരണം നഷ്ടമായത്. അത് ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷങ്ങൾ ഈ ഇടതുപക്ഷം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയെ അല്ല. അവർ ഫാസിസത്തിന് എതിരെ നിൽക്കുന്ന, ഫാസിസത്തെ എതിരെ എപ്പോഴും നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അവർ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമവും ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണം കൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ഭരണ നഷ്ടമുണ്ടായിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അത് ഇടതുപക്ഷത്തിനകത്ത് നിരവധി പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അതിന് തൊട്ടു മുമ്പുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നഷ്ടത്തിലേക്ക് ഇടതുപക്ഷം എത്തിയത് എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് AP സമസ്തയും ഉള്ളത്. സിധു. ശരി ശാന്തകുമാർ, ഓക്കെ.